ഹലോ അമിഗോസ്, വെൽക്കം ബാക്ക് ടു ലേഡി യുവർ ഫസ്റ്റ്. ഇന്ന് ഒരു റീസെറ്റ് ഡേ ആണ്. മെജോറിറ്റി വീക്കെൻഡ്സിലാണ് ഞാൻ ഇങ്ങനെ ഒരു റീസെറ്റൊക്കെ ചെയ്യാറ്. ഇന്നാണ് ഞാൻ ലോണ്ടറി ചെയ്യുന്ന ദിവസം, ക്ലീൻ ചെയ്യുന്ന ദിവസം, ഡെസ്ക് ക്ലീൻ ചെയ്യുന്ന ദിവസം, ഡസ്റ്റ് ചെയ്യുന്ന ദിവസം എല്ലാം കൂടി ഒരു ദിവസം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. ബിക്കോസ് എനിക്ക് ഓരോ വീക്കെൻഡ് കഴിഞ്ഞ് തുടങ്ങുമ്പോഴും ഫ്രഷ് ആയിട്ട് തുടങ്ങുന്ന ഒരു ഫീലിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ കൊടുത്തേക്കുന്ന ഒരു ബ്രേക്ക് ടൈം കൂടിയാണിത്. ബട്ട് സാധാരണ സൺഡേസാണ് ഞാൻ ചെയ്യാറുള്ളത്. ഇത് വിഷു കഴിഞ്ഞുള്ളൊരു ദിവസമാണ് കേട്ടോ. ഈ ഓഫ് ഡേയ്സിൽ ഞാൻ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് പയ്യെ എൻ്റെ ജോലികളൊക്കെ ചെയ്ത് തീർക്കുക ചെയ്യുക. എനിക്കിങ്ങനെ സ്ലോ ഫേസിൽ ജോലി ചെയ്യാനാണ് ഇഷ്ടം. ഞാൻ വളരെ സ്ലോ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ്. എല്ലാം ഇങ്ങനെ അറിഞ്ഞ് ഞാൻ സംസാരിക്കുന്നതിന് തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. വളരെ ആസ്വദിച്ച് ഒക്കെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ പുസ്തകമൊക്കെ തുടക്കുകയാണെങ്കിൽ 2 പേജ് അതിൻ്റെ കൂടെ വായിച്ച് അങ്ങനെ പതുക്കെ രാവിലെ തുടങ്ങിയാൽ ചിലപ്പോൾ ഈവനിങ് ഒക്കെ ആയി കഴിയും എൻ്റെ വർക്കൊക്കെ കഴിയണമെങ്കിൽ. അത്രയും സ്ലോ ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മുടെ ലക്കി പ്ലാന്റ്, ഞാൻ അതിനെ എൻ്റെ സ്നേക്ക് പ്ലാന്റിന് ലക്കി എന്നാണ് പേരിട്ടേക്കുന്നത്. അതിൽ 2 പുതിയ ഇലകൾ കൂടി വന്നു കേട്ടോ. ആൾക്ക് വെള്ളം അധികമൊന്നും വേണ്ട, വല്ലപ്പോഴും കൊടുത്താൽ മതി. അതുകൊണ്ട് തന്നെ സേഫായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഡസ്റ്റിംഗ് ഒക്കെ ചെയ്ത് ടേബിളൊക്കെ സെറ്റ് ചെയ്തു. ഒന്ന് ഫ്രഷായി വന്ന് പഠിക്കാനിരുന്നു. ഞാനൊരു സ്ട്രാറ്റജി വീഡിയോ ആണ് കണ്ടു തുടങ്ങിയത്. ബിക്കോസ് എനിക്ക് ഈ ഇടയായിട്ട് ഞാൻ ഔട്ട് ഓഫ് ട്രാക്ക് ആണോ എന്നുള്ളൊരു ഓവർ തിങ്ക് വന്നു തുടങ്ങി. അതായത് ഞാൻ ചെയ്യുന്നത് കുറച്ച് സ്ലോ ആയിട്ടാണ്. എനിക്കൊരു 2 months ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു സ്റ്റഡീസിൽ. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ബാക്ക്ലോഗ്സ് വന്നത്. അപ്പം ഇതൊക്കെ ഏപ്രിൽ എൻഡ് ആകുമ്പോഴത്തേക്ക് എനിക്ക് തീർക്കണം, അതിനൊക്കെ പറ്റുമോ, അങ്ങനെ ഓവർ തിങ്കിങ് ആയിരുന്നു. അപ്പോൾ ഞാൻ ഈ സ്ട്രാറ്റജി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയതാണ്. അതിലും അവർ സ്റ്റാറ്റിക്കിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ തന്നെയാണ് പറയുന്നത്. സോ ഞാൻ അതിനനുസരിച്ച് എൻ്റെ നെക്സ്റ്റ് അപ്കമിങ് വീക്ക് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. എല്ലാ വീക്കെൻഡിലും അത് ഡെയിലി പ്ലാനറിനാണ് കൊടുത്തേക്കുന്നത്. ബട്ട് ഞാൻ എൻ്റെ വീക്കിലി ഉള്ള കാര്യങ്ങളാണ് എഴുതി വെക്കുക. അത്രയ്ക്ക് സ്പേസ് ഉണ്ടാവും ഓരോ പേജിലും. എന്നിട്ട് ഡെയിലി അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. മന്ത്ലി ഒരു വലിയ പ്ലാൻ ഓൾറെഡി ഉണ്ട്, എന്തൊക്കെ തീർക്കണം എന്നുള്ളത്. അതിനനുസരിച്ച് വീക്കിലി ഞാൻ ഡെയിലി പ്ലാൻ സെറ്റ് ചെയ്യും. അതാകുമ്പോൾ വലിയ കൺഫ്യൂഷനൊന്നും ഇല്ലാതെ നമുക്ക് ഡെയിലി ചെയ്യാനുള്ള ലെക്ചേഴ്സും കാര്യങ്ങളും നോട്ട്സ് ആണെങ്കിൽ തന്നെ എത്ര പേജസ് വായിക്കണം എന്നൊക്കെ ഞാൻ എഴുതി വെക്കും. ഒരു ദിവസം ഇത്ര പേജ് കംപ്ലീറ്റ് ചെയ്യണം. അതിനനുസരിച്ചിട്ടാണ് ഞാൻ ടാർഗറ്റ്സ് ഇടാം. പിന്നെ നമ്മളൊരു 10 days ചാലഞ്ചിനെ കുറിച്ച് ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പ്ലാനിങ് ഒക്കെ ചെയ്തു. അതിവിടെ എഴുതി വെച്ചിട്ടുണ്ട് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത്രയൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ സെഷനിൽ തീർന്നത്. ഇനി ഈ വീക്കിൽ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയ വളരെ നന്നായിട്ട് തന്നെ എനിക്ക് റിവൈസ് ചെയ്യാനുള്ള ടൈം കിട്ടുമെന്ന് വിചാരിക്കുന്നു. നോക്കാം നമുക്ക്. അതിനുശേഷം ഞാൻ ജോഗ്രഫിയിൽ എനിക്ക് ഒരു PDF പകുതി വായിച്ച് വെച്ചിട്ടുണ്ട്. ബാക്കി പകുതി വായിക്കാനുണ്ടായിരുന്നു. ഒരു 27 പേജിലെ PDF. അതിൽ ഓൾറെഡി ഞാൻ 9 പേജിൻ്റെ അടുത്ത് വായിച്ചു. അപ്പോൾ ഇന്ന് അധികം വേറെ സബ്ജക്റ്റൊന്നും നോക്കിയിട്ടില്ല, സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ജോഗ്രഫി PDF വായിച്ച് നേരത്തെ കിടക്കാമെന്നാണ് വിചാരിക്കുന്നത്. ജോഗ്രഫിയിൽ ഞാൻ ഓഷ്യനോഗ്രഫിയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പകുതി തീർത്തിട്ടുണ്ട്. ഇനി ബാക്കി പകുതി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എനിക്ക് കുറച്ച് ടയറിങ് ആയിട്ടുള്ള പ്രോസസ്സാണ് PDF ഇങ്ങനെ ചുമ്മാ വായിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് വായിക്കുക. അത് ചിലർക്ക് കംഫർട്ടബിൾ ആയിരിക്കും, ചിലർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് എനിക്ക് കംഫർട്ടബിൾ പാട്ടൊക്കെ കേട്ട് വായിക്കുന്നത്. അതാകുമ്പോൾ എനിക്ക് കുറച്ചുകൂടി എൻജോയ് ചെയ്ത് ചെയ്യാൻ പറ്റും തോന്നാറുണ്ട്. ഇന്ന് ഞാൻ ഭയങ്കര ടയേർഡായിരുന്നു. കാരണം കുറേ കാര്യങ്ങൾ ഒരു ദിവസം ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു. ഭയങ്കര ഒരു ഹെവി ഫീലിംഗ്. ബട്ട് പുസ്തകമൊക്കെ വായിച്ചിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ക്ലീനൊക്കെ ചെയ്തുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരു കോസി എഫക്റ്റ് വരുന്നുണ്ടായിരുന്നു. ഐ റിയലി എൻജോയ് ദിസ്. അതായത് ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞ് റൂം കാണാനൊരു പ്രത്യേക ഭംഗിയല്ലേ. സോ ദിസ് ഇസ് മൈ പ്രൊഡക്റ്റീവ് ഡേ. ഐ ഹോപ്പ് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെയും